ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു ഫെനലോസിസ് ഓർക്കിഡ് എങ്ങനെയാണ് നമുക്ക് റീപോർട്ട് ചെയ്യാം എങ്ങനെ നോക്കാം. നമ്മുടെ ഗാർഡനിൽ നിന്നാണ് ഒരു പ്ലാന്റ് ഇങ്ങനെ മേടിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കവറിങ് ഉണ്ടാകും. ഈ കവറിങ്ങിന് കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു പോട്ട് എടുക്കുക. ഹോളുള്ള പോട്ടാണ് അത്യാവശ്യം. അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗത്തും നമ്മൾ ഹോളിടുക. ചട്ടിയുടെ അടിഭാഗത്തും എല്ലാം ഹോളിടുക. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് ഏറ്റവും ഫസ്റ്റ് ലെയറായിട്ട് ഓട് കഷ്ണം നമ്മൾ ഫില്ല് ചെയ്യുക. ഓട് കഷ്ണം ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത് കരിക്കട്ട അതിലേക്ക് തൊണ്ട് കഷ്ണങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ചകിരിയുടെ പീസായിട്ട് ഇച്ചിരി വലിയ ഇതായാലും ഒരുപാട് ചകിരി കഷ്ണങ്ങളുടെ ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി. കരിക്കട്ടയാണ് മെയിനാണ് വരുന്നത്. ഈ പ്ലാന്റിനെ അങ്ങനെ ഇളക്കി ഇതിന് ഒരുപാട് ഉള്ളിലോട്ട് പോകരുത്, അല്പം വേര് മാത്രം ഉള്ളിലോട്ട് പോകാം. ഇങ്ങനെ വയ്ക്കും, പുറമേ വയ്ക്കും. ഈ വേരെല്ലാം ഈ ഹോൾ വഴി ഇങ്ങനെ പുറത്തോട്ടിട്ട് വയ്ക്കുക. ഇത്രയും ബാക്കി കരിക്കട്ട ഫില്ല് ചെയ്ത് കൊടുക്കും. ഇത് ഫെനലോസിസ് റീപോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ വളങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. NPK സ്പ്രേ ചെയ്യുക. ഓർക്കിഡിൻ്റെ ഒരു ബൂം കിട്ടും, അത് മേടിച്ച് ഒരാഴ്ചയിൽ 2 ദിവസം നമുക്ക് സ്പ്രേ ചെയ്യാം. സാഫ് സ്പ്രേ ചെയ്യുന്ന നല്ലതാണ്. ഇതിലെല്ലാം കരിക്കട്ട ഫില്ല് ചെയ്യും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ കരിക്കട്ട യൂസ് ചെയ്യാവൂ. ഇത്രയേ ഉള്ളൂ ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്ന വിധം. ഷെയ്ഡിലോട്ട് വെച്ചാൽ മതി. ഫെനലോസിസ് നടുമ്പോൾ ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു.